Hi friends, എല്ലാവർക്കും ജെയിൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ആദ്യമായിട്ട് ഈ ചക്കക്കുരുവിൻ്റെ ഈ തൊലി കളഞ്ഞെടുക്കുക. ഇത്രയും കളഞ്ഞാൽ മതി. ഈ തോട് മാത്രം പൊളിച്ച് കളഞ്ഞാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും തൊലി കളഞ്ഞെടുക്കാം. ചക്കക്കുരു ഒക്കെ ഏകദേശം പൊളിച്ച് തീർന്നിട്ടുണ്ട്. ഒരു കട്ടിംഗ് ബോർഡ് എടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നെടുത്ത് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ട് പോകാം. ഇട്ടൊന്ന് കഴുകിയെടുക്കാം. ചക്കക്കുരു ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചില്ലി ഫ്ലേക്സ് മേടിച്ചതാണ് പാക്കറ്റായിട്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ച് ചേർത്താലും മതി. ഇതിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടച്ച് വേവിക്കാൻ വെക്കാം. അടുപ്പത്ത് വെക്കാം. ഇതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ചതച്ചെടുക്കാം. മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഞാൻ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 15 ചെറിയുള്ളി, 3 തണ്ട് കറിവേപ്പില. ഇനി വെളുത്തുള്ളി ഓരോന്നിങ്ങനെ കല്ലിലിട്ട് ചതച്ചെടുക്കാം. ഓരോന്നിട്ട് ചതയ്ക്കാം. അപ്പം നന്നായിട്ട് ചതഞ്ഞ് കിട്ടും. ഇതുപോലെ എല്ലാം ചതച്ചെടുക്കണം. ഇപ്പം വെളുത്തുള്ളിയും ചെറിയുള്ളിയും കരിവേപ്പിലയും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കാം. ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കും. പാനൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത്
ചെറുതായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചക്കക്കുരു മെഴുക്കുവരട്ടി ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ, എന്നിട്ട് വാങ്ങാം. അപ്പം ചക്കക്കുരു മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.